ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് ആഗോള തിരുസഭ അപ്പോസ്തലന്മാരായ വിശുദ്ധ സൈമന്റെയും വിശുദ്ധ യൂദാ തദേവുസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിന്റെ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ക്രിസ്തുനാഥൻ പ്രാർത്ഥനയുടെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് പ്രത്യേകമായ ദൗത്യമേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് നാം ധ്യാനിക്കുക. യേശു രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ മലമുകളിൽ ചെലവഴിച്ചു. വലിയൊരു തിരഞ്ഞെടുപ്പിന് മുമ്പായി യേശു പ്രാർത്ഥിച്ചാണ് ഒരുങ്ങുക. ആ പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന പിതാവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുത്രനായ ദൈവം തിരഞ്ഞെടുപ്പുകൾ നടത്തിയത്. അപ്രകാരം പ്രാർത്ഥനയുടെ പൂർണ്ണതയിൽ പ്രഭാതത്തിൽ അവിടുന്ന് തൻ്റെ ശിഷ്യഗണത്തിൽ നിന്ന് 12 പേരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേര് നൽകി. ഓരോ അപ്പോസ്തലന്മാരും തങ്ങളുടെ ജീവിത ദൗത്യം ക്രിസ്തുവിൻ്റെ മനസ്സിനൊത്തതാകണമെന്ന് ക്രിസ്തു വിഭാവന ചെയ്തു. പിതാവിൻ്റെ ഇഷ്ടം പുത്രനായ ക്രിസ്തു നിറവേറ്റിയതുപോലെ മറ്റെല്ലാവരും നിറവേറ്റുവാനുള്ള ബലമാണ് ഓരോ അപ്പോസ്തലന്മാർക്കും ക്രിസ്തു പകർന്നു നൽകിയത്. യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാരുടെ വിശ്വാസ ചൈതന്യവും ധീരതയുമാണ് നാം എല്ലാവരും വിശ്വാസത്തിൽ ഇന്നും അടിയുറച്ചു നിൽക്കുവാൻ ബലമുണ്ടായത്. വിശുദ്ധ സൈമണും വിശുദ്ധ യൂദാ തദേവുസും ക്രിസ്തുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. ക്രിസ്തുവിന്റെ ജീവിതയാത്രയിൽ അവർ കൂടെ ഉണ്ടായിരുന്നു. ക്രിസ്തു ചെയ്തതും പ്രവർത്തിച്ചതും യേശുവിൻ്റെ എല്ലാ വാക്കും ജീവിതവും യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദർശിച്ച ഈ അപ്പോസ്തലന്മാർ ക്രിസ്തുവിന് സ്നേഹത്തിൽ സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ധീരമായ രക്തസാക്ഷിത്വത്തിലൂടെയാണ് സാക്ഷികളായി തീർന്നത്. സ്വന്തം രക്തം ചിന്തിക്കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയ 2 മഹത്തായ തിരുസഭയുടെ നെടുംതൂണുകളാണ് വിശുദ്ധ സൈമണും വിശുദ്ധ യൂദാ തദേവുസും. അസാധ്യകാരികളുടെ മധ്യസ്ഥനായിട്ടാണ് തിരുസഭ യൂദാ തദേവുസിനെ കാണുന്നത്. കാരണം ക്രിസ്തുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി ഭൂമിയിൽ ക്രിസ്തുവിനോടൊപ്പമായിരുന്ന ഈ അപ്പോസ്തലൻ ഇന്നും ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ നിന്നുകൊണ്ട് ജനത്തിന് ആവശ്യമായ നന്മകൾ ക്രിസ്തുവിൽ നിന്ന് വാങ്ങി നൽകുന്നു. വലിയൊരു അനുഗ്രഹമാണ്. വിശുദ്ധ യൂദാ തദേവുസിന്റെ മാധ്യസ്ഥം വഴി ലോകമെങ്ങും വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ക്രിസ്തു ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ അപ്പോസ്തലന്മാരുടെയും നാമത്തിലും എല്ലാ മഹത്തായ വിശുദ്ധരുടെ നാമത്തിലും ദൈവം അനുഗ്രഹങ്ങൾ പൊഴിയുന്നുണ്ട്. എന്നാൽ ചില വ്യക്തികൾ സ്നേഹത്തിൽ ചാലിച്ച് ക്രിസ്തുവിന്റെ ചൈതന്യം ഭൂമിക്ക് നൽകിയപ്പോൾ അവരുടെ ജീവിതം കൂടുതൽ മധുരമായി ലോകത്തിന് അനുഭവപ്പെടുന്നുണ്ട്. വിശുദ്ധ യൂദാ തദേവുസിന്റെയും വിശുദ്ധ സൈമന്റെയും തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഇന്ന് തിരുസഭ മാതാവ് നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നത് നമ്മളിലെ എല്ലാവരിലെയും സുവിശേഷ ദൗത്യത്തെയാണ്. നാം സ്വീകരിച്ച വിശ്വാസത്തിൽ നിലനിൽക്കുവാനും ആ വിശ്വാസം ധീരതയോടെ സാക്ഷ്യമായി അവന് നൽകുവാനുമുള്ള ദൗത്യമാണ് ഇന്ന് തിരുസഭ നമുക്ക് നൽകുക. അപ്പോസ്തലന്മാർ ധീരതയോടുകൂടി ഏറ്റെടുത്ത ആ ദൗത്യം ഏറ്റവും വിശ്വസ്തയോടെ നിറവേറ്റുവാൻ നമുക്ക് കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.